നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂർ താമരയൂരിൽ 3 വീടുകളിലും ക്ഷേത്രത്തിലും മോഷണ ശ്രമം. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. പൂജവെപ്പിന് ക്ഷേത്രങ്ങളിൽ തിരക്ക്. അടച്ചുപൂജ ചൊവ്വാഴ്ച, വിദ്യാരംഭം വ്യാഴാഴ്ച. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ദേശീയപാത ചന്ദ്രാപിന്നിയിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞു. ഗുരുവായൂരിൽ തെങ്ങിന്റെ പട്ട വീണ് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. മലിനജലം ഇറിഗേഷൻ കനാലിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതി. ആളൂരിലെ കല്ലട ഹോളിഡേ ഇൻ എന്ന ഹോട്ടലിന് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി. മാള ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിക്കാൻ തീരുമാനം. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി 2 പേരെ ചുമതലപ്പെടുത്തി. മുനിയാട്ടുകുന്ന് ടൂറിസം പദ്ധതിക്കായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് 50 സെന്റ് ഭൂമി അനുവദിച്ചു. മുനിയാട്ടുകുന്നിൽ സ്ഥലം ലഭ്യമായതോടെ മേഖലയിൽ ടൂറിസം വികസനത്തിന് സാധ്യത തുറന്നതായി KK രാമചന്ദ്രൻ MLA. വാർത്തകളിലേക്ക് വിശദമായി. ഗുരുവായൂർ താമരയൂരിൽ 3 വീടുകളിലും ക്ഷേത്രത്തിലും മോഷണ ശ്രമം. താമരയൂർ സമൃദ്ധി ഗ്രാമത്തിൽ എടക്കളത്തൂർ ലോറൻസ്, വാരിജം മഹേഷ് ഗോപി, ആൾതാമസമില്ലാതെ പൂട്ടിക്കിടക്കുന്ന തൃശൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ വീട്, ഗുരുവായൂർ ദേവസ്വം കീഴേടമായ താമരയൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണ ശ്രമം നടന്നത്. കൃഷ്ണൻകുട്ടിയുടെ വീടിന്റെ മതിൽ ചാടിയാണ് മോഷ്ടാവ് എത്തിയത്. തുടർന്ന് തൊട്ടടുത്ത 2 വീടുകളിലും കയറുകയായിരുന്നു. പുലർച്ചെ വിദേശത്തുള്ള മക്കൾ CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യം കണ്ട് വീട്ടിലുള്ളവരെ വിളിച്ചറിയിക്കുകയായിരുന്നു. വീട്ടുകാർ ഉണർന്ന് ലൈറ്റ് ഇട്ടപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. 3 വീടുകളിലും ഒരാൾ മാത്രമാണ് മോഷണത്തിനെത്തിയത്. ഇതിനുശേഷമാണ് ക്ഷേത്രത്തിൽ മോഷണത്തിന് ശ്രമിച്ചത്. 2 പേർ ചേർന്ന് കമ്പിപ്പാര ഉപയോഗിച്ച് ഭണ്ണാരം കുത്തിപ്പൊളിക്കാനുള്ള ശ്രമത്തിനിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. നവരാത്രിയോടനുബന്ധിച്ചുള്ള പൂജവെപ്പിന് ക്ഷേത്രങ്ങളിൽ തിരക്ക്. ക്ഷേത്രങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിലാണ് പഠനോപകരണങ്ങളും ഗ്രന്ഥങ്ങളും പൂജയ്ക്ക് വെച്ചത്. ചൊവ്വാഴ്ച ദുർഗാഷ്ടമി പൂജയും ബുധനാഴ്ച മഹാനവമി പൂജയും നടക്കും. ചൊവ്വാഴ്ച വൈകിട്ടാണ് ആയുധ പൂജ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ചൊവ്വാഴ്ച പൊതു അവധിയാണ്. വിജയദശമി ദിനമായ വ്യാഴാഴ്ചയാണ് വിദ്യാരംഭം. ചേർപ്പ് തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ തെക്കേ മഠത്തിൽ ദുർഗാഷ്ടമി വാക്യാർത്ഥ സദസ്സ് സംഘടിപ്പിച്ചു. ഡോക്ടർ V രാമകൃഷ്ണ ഭട്ട് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിഷ്ണു സോമയാജിപ്പാട്, പ്രൊഫസർ കൃഷ്ണകുമാർ, പ്രൊഫസർ എണ്ണാഴി രാജൻ, ഡോക്ടർ KV വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗ്രന്ഥപൂജ നടന്നു. കൂത്തമ്പലത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിലാണ് ഗ്രന്ഥങ്ങൾ പൂജയ്ക്ക് വെച്ചത്. ദീപാരാധനയ്ക്ക് ശേഷം ഓദിക്കൻ പൊട്ടക്കുഴി കൃഷ്ണപ്രസാദ് നമ്പൂതിരി പൂജ നിർവഹിച്ചു. 3 നേരത്തെ പൂജകൾ ഉണ്ടാകും. 4 ഓദിക്കന്മാരായിരിക്കും ചടങ്ങ് നിർവഹിക്കുക. വിജയദശമി ദിവസം രാവിലെ സരസ്വതി പൂജയ്ക്ക് ശേഷം കുട്ടികളെ എഴുത്തിനിരുത്തും. ക്ഷേത്രത്തിലെ 13 ഇല്ലങ്ങളിലെ മുതിർന്ന കാർന്നവന്മാരായിരിക്കും എഴുത്തിനിരുത്തിൽ ആചാര്യന്മാരാകുക. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലും ഗ്രന്ഥപൂജയ്ക്ക് പുസ്തകങ്ങൾ സ്വീകരിച്ചു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അടച്ചുപൂജയാണ്. വ്യാഴാഴ്ച രാവിലെ പൂജകൾക്ക് ശേഷം കുട്ടികളെ മേൽശാന്തിമാരായ ശ്രീരുദ്രൻ നമ്പൂതിരി എന്നിവർ എഴുത്തിനിരുത്തും. മഹാനവമി ദിവസം രാവിലെ 5 മുതൽ തന്ത്രി ചേനാസ് ദിനേശ് നമ്പൂരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വേദസാര ലളിത സഹസ്രനാമ ലക്ഷാർച്ചന ആരംഭിക്കും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് സംഗീതോത്സവത്തിന് തുടക്കമായി. ചലച്ചിത്ര താരം കൃഷ്ണശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ K വിനോദ്, കൊടുങ്ങല്ലൂർ കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ എന്നിവർ പങ്കെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ സംഗീതോത്സവം സമാപിക്കും.
എൻ്റെ ഉയർച്ചയിലും എല്ലാത്തിലും ആ പവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സുഹൃത്തായ ശ്യാമു വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുന്നതും. ഇതൊരു തുടക്കമാണ്, എപ്പോഴും വിദ്യാരംഭമാണെങ്കിലും ഈ ഒരു സമയം നവരാത്രി. അപ്പോൾ അതിൽ എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഞാൻ എന്താ പറയുക, അനുഗ്രഹമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ ശ്രീ തലാപുരം ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി. സംഗീതജ്ഞൻ രാജീവ് സബര്യ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ കെ ഗോപകുമാർ, PR രാജേഷ്, സുശീല രവീന്ദ്രനാഥൻ, മഞ്ജു ബിജു, സ്വാതി സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഭക്തിഗാന ഭജന അരങ്ങേറി. ആറാട്ടുപുഴ ശ്രീശാസ്താ ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ചു പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ ഗ്രന്ഥങ്ങൾ പൂജയ്ക്ക് വെച്ചു. ക്ഷേത്രം മേൽശാന്തിമാരായ കുറ്റമ്പിള്ളി മനപത്മനാഭൻ നമ്പൂതിരി, മൂർക്കനാട് മന മോഹനൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. വിജയദശമി ദിനത്തിൽ സരസ്വതി പൂജയ്ക്ക് ശേഷം രാവിലെ 6-ന് എഴുത്തിനിരുത്തൽ ആരംഭിക്കും. രമേശ് വാര്യർ നേതൃത്വം നൽകും. നവരാത്രി കാലത്ത് മാള പോലീസ് സ്റ്റേഷനിലെ PRO രാജീവ് നമ്പീശൻ ഡ്യൂട്ടി കഴിഞ്ഞ് മേൽമുണ്ട് ധരിച്ച് ക്ഷേത്രവേദികളിലേക്ക് എത്തുന്നത് പാട്ടുപാടിയാണ്. നാട്ടിൽ അറിയപ്പെടുന്ന കലാകാരനായ രാജീവ് നമ്പീശന് നവരാത്രി നാളുകളിൽ പ്രധാനം സോപാന സംഗീതമാണ്. ചെത്തിയും ചെമ്പരത്തിപ്പൂവും മാലയാ ചന്തത്തിൽ ചാർത്തിയ. പാട്ടുകാരൻ മാത്രമല്ല, പാട്ടെഴുത്തിലും വിവിധ വാദ്യങ്ങളിലും രാജീവ് പരിശീലനം നേടിയിട്ടുണ്ട്. ഘടം, ഗഞ്ചിറ, മുഗർശംഖ് എന്നിവയും കൈകാര്യം ചെയ്യും. കുഴൂർ വിജയന്മാരാരുടെ കീഴിൽ ഇടയ്ക്ക് പരിശീലിച്ച് പഞ്ചവാദ്യത്തിലും അരങ്ങേറ്റം നടത്തി. കൂടാതെ മകനൊപ്പം ചെണ്ടവാദ്യം പരിശീലിച്ച് പഞ്ചാരിയിൽ ഒരുമിച്ച് അരങ്ങേറ്റം കുറിച്ചു. തുടർന്നാണ് കാവിൽ ഉണ്ണികൃഷ്ണവാര്യരുടെ ശിഷ്യനായി 4 വർഷം മുൻപ് സോപാന സംഗീതത്തിൽ ചുവടുറപ്പിച്ചത്. ഇതിനകം 100-ലധികം വേദികളിൽ സോപാന സംഗീതം അവതരിപ്പിച്ചു. നവരാത്രി കാലത്ത് സംഗീതാർച്ചന ഒരു സേവയായാണ് ചെയ്യുന്നത്. വിവിധ ജില്ലകളിലായി 12 വേദികളിൽ ക്ഷണം ലഭിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി പോലീസ് വിളക്കിന് സ്ഥിരമായി സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് രാജീവ് നമ്പീശനാണ്. സോപാന സംഗീതത്തിൽ 10 രചനകളും നിർവഹിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴാണ് ഗുരുവായൂർ ജ്യോതിദാസിന്റെ ശിഷ്യനായി അഷ്ടപതി പഠനം ആരംഭിച്ചത്. പൂപ്പത്തി മടത്തിക്കാവ് ഭഗവതിയെക്കുറിച്ച് രാജീവ് എഴുതിയ പാട്ട് സോപാന സംഗീതത്തിലൂടെ കഴിഞ്ഞ ദിവസമാണ് ആദ്യമായി അവതരിപ്പിച്ചത്. ലഹരിക്കെതിരെ വിദ്യാലയങ്ങളിലും പൊതുസദസ്സുകളിലും ബോധവൽക്കരണ ക്ലാസ് എടുക്കുമ്പോൾ പാട്ടിലൂടെ കേൾവിക്കാരെ പാട്ടിലാക്കുന്ന മാള സ്റ്റേഷനിലെ AAC-യായ രാജീവ് നമ്പീശൻ കോവിഡ് കാലഘട്ടത്തിൽ എഴുതിയ ബോധവൽക്കരണ ഗാനം പോലീസിന്റെ സംസ്ഥാന പേജിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത്. 23 വർഷമായി പോലീസ് സേനയിൽ ജോലി ചെയ്യുന്ന പൂപ്പത്തി സ്വദേശിയായ രാജീവ് പാരമ്പര്യ ക്ഷേത്രകഴക കുടുംബത്തിലെ അംഗമാണ്. TCV മാള. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പോ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി
അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയപാത ചന്ദ്രാപിന്നിയിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. പെരുമ്പാവൂരിൽ നിന്നും പൂനെയിലേക്ക് പ്ലൈവുഡുമായി പോയിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. രാവിലെ 9 മണിയോടെ ചന്ദ്രാപിന്നി സെന്ററിന് സമീപമായിരുന്നു അപകടം. പ്ലൈവുഡ് കെട്ടിയ കയർ പൊട്ടി ലോഡ് ഒരു വശത്തേക്ക് ചെരിഞ്ഞതോടെയാണ് ലോറി നിയന്ത്രണം വിട്ടതെന്ന് പറയുന്നു. റോഡിലെ വൈദ്യുതി തൂണും വ്യാപാര സ്ഥാപനവും തകർന്നു. ഡ്രൈവർ കൊല്ലം സ്വദേശി അനന്തവും സഹായവും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. കരിയന്നൂർ പുത്തൂർ വീട്ടിൽ വർഗീസിനാണ് പരിക്കേറ്റത്. കരിയന്നൂർ പാടശേഖരത്തിന് സമീപമാണ് അപകടമുണ്ടായത്. സ്കൂട്ടറിൽ വളവുമായി വരികയായിരുന്ന വർഗീസിനെ ബസ് ഇടിക്കുകയായിരുന്നു. കാലിനും തലയ്ക്കും സാരമായി പരിക്കേറ്റ വർഗീസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവറായ ആദൂർ സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. കേച്ചേരി ഭാഗത്തു നിന്നും വന്നിരുന്ന മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ച കാർ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വിഷ്ണുവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാന പാതയായ കുന്നംകുളം വടക്കാഞ്ചേരി റോഡും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന സെന്ററാണ് പന്നിത്തടം. റോഡ് വീതികുട്ടി നിർമ്മിച്ചതിന് ശേഷം ചെറുതും വലുതുമായി നിരവധി അപകടങ്ങളാണ് സെന്ററിൽ നടന്നിട്ടുള്ളത്. നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് പന്നിത്തടം സെന്ററിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രവർത്തിപ്പിക്കാത്തതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. ഗുരുവായൂരിൽ തെങ്ങിൽ നിന്ന് പട്ട വീണ് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. ബ്രഹ്മകുളം കോടനാഴി രവീന്ദ്രനാണ് പരിക്കേറ്റത്. പട്ട ദേഹത്തേക്ക് വീണതിനെ തുടർന്ന് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. നെന്മിനി റെയിൽവേ ഗേറ്റ് റോഡിലായിരുന്നു അപകടം. കാലിന് ഗുരുതരമായി പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലിനജലം ഇറിഗേഷൻ കനാലിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതിയിൽ ആളൂരിലെ കല്ലട ഹോളിഡേ ഇൻ എന്ന ഹോട്ടലിന് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി. പരിശോധനയിൽ പൊതുജനാരോഗ്യത്തിന് ഹാനികരമായ സാഹചര്യങ്ങൾ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഹോട്ടലിലെ മാലിന്യ ടാങ്കിലെ മലിനജലം മോട്ടോർ പമ്പ് ഉപയോഗിച്ച് കനാലിലേക്ക് ഒഴുക്കിയിരുന്നതായി TCV നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കനാൽ ശുചീകരിക്കാനെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആരോഗ്യവകുപ്പിനും ആളൂർ പഞ്ചായത്തിനും നൽകിയ പരാതിയിലാണ് അന്വേഷണം നടത്തിയത്. ബാറിൽ നിന്നും ഒഴുക്കിവിടുന്ന മലിനജലം കനാൽ വഴി മുരിയാട് കോൾ മേഖലയിൽ എത്തുന്നതായി ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. മലിനജല പ്ലാന്റ് 7 ദിവസത്തിനകം പ്രവർത്തനയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിർദ്ദേശം നൽകിയതായി ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ് പറഞ്ഞു. മാള ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിക്കുന്നതിന് തീരുമാനിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി അസിസ്റ്റന്റ് സർജൻമാരായ ഡോക്ടർ ജീന ജോസഫ്, ഡോക്ടർ മുഹമ്മദ് ഫവാസ് എന്നിവരെ ചുമതലപ്പെടുത്തി. അതേസമയം OP സമയങ്ങളിൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്തുകയുള്ളൂവെന്നാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയൂ. കൂടാതെ OPയിൽ അസിസ്റ്റന്റ് സർജൻമാർ മാത്രമുള്ളപ്പോൾ രോഗികളെ കാത്തുനിർത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പോകുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് ഡോക്ടർമാരുടെ വാദം. പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലപാട് ആശുപത്രി സൂപ്രണ്ടിനെ പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് അറിയിച്ചിരുന്നു. വരന്തരപ്പള്ളി മുനിയാട്ടുകുന്ന് ടൂറിസം പദ്ധതിക്കായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് 50 സെന്റ് ഭൂമി അനുവദിച്ചു. മുനിയാട്ടുകുന്നിൽ സ്ഥലം ലഭ്യമായതോടെ മേഖലയിൽ ടൂറിസം വികസനത്തിന് സാധ്യത തുറന്നതായി KK രാമചന്ദ്രൻ MLA പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ കുഞ്ഞാലിപ്പാറയിലും ടൂറിസം പദ്ധതിക്കായി സ്ഥലം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് വനംവകുപ്പ് മുഖേന തയ്യാറാക്കിയ 3 കോടിയുടെ വികസന പദ്ധതികൾക്ക് ഫണ്ട് ലഭ്യമാക്കിയതായും ആദ്യഘട്ട പ്രവർത്തികൾ ആരംഭിച്ചതായും MLA പറഞ്ഞു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലെ ഷഷ്ടിക്ക് വീട്ടുകാരോടൊപ്പം വന്ന 15 വയസ്സുകാരിയെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ യുവാവ് പിടിയിൽ. പെരിങ്ങോട്ടുകര കിഴക്കുമുറി സ്വദേശി വാഴപ്പുരയ്ക്കൽ വീട്ടിൽ അനുക്കുട്ടനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. SHO AS സരിൻ, SI M അഫ്സൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പഴുക്കരയിൽ വയോധികയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ പഴുക്കര സ്വദേശി കുടിലിങ്കൽ വീട്ടിൽ അനിലിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. 4 വർഷം മുൻപുണ്ടായ സംഭവത്തിന്റെ വൈരാഗ്യത്തിലാണ് കഴിഞ്ഞ ദിവസം ആക്രമിച്ചതെന്നാണ് കേസ്. തളിക്കുളത്ത് 33.5 ഗ്രാം MDMA-യുമായി വധശ്രമ കേസിലെ പ്രതിയും യുവതിയും പിടിയിൽ. എടത്തുരുത്തി സ്വദേശി കൊല്ലാറ വീട്ടിൽ അഖിൽ, പെരിഞ്ഞനം സ്വദേശി വലിയകത്ത് വീട്ടിൽ ഫസീല എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തളിക്കുളം കൈതക്കിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്.
പെരിഞ്ഞനത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. കോവിലകം സെന്ററിന് കിഴക്ക് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിന് സമീപമുള്ള പറമ്പിലാണ് പുലിയെ കണ്ടതെന്ന് പറയുന്നു. പരിസരത്തുള്ള പടമാടൻ ചാർലിയുടെ വീട്ടിലെ CCTVയിൽ പുലിയോട് സാദൃശ്യമുള്ള ജീവിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാട്ടുപൂച്ചയുടേതെന്നാണ് സംശയം. കുന്നംകുളം നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ ചകിരി സംസ്കരണ ബേബി ഫൈബർ ഗാർഡൻ പോട്ട് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. കെ രാധാകൃഷ്ണൻ MP യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. AC മൊയ്തീൻ MLA, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, വാർഡ് കൗൺസിലർ AS സനൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജൈവ മാലിന്യ സംസ്കരണത്തിനാവശ്യമായ ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം ഡീഫൈബറിംഗ് യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന ചകിരി നാരുകൾ കയറ്റി അയക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടത്തിവന്നിരുന്നത്. ആദ്യമായിട്ട് നടപ്പിലാക്കി അതിന്റെ ഭാഗമായുള്ള ആലോചനയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇതുപോലെ ചകിരി കൊണ്ട് എന്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കടങ്ങോട് പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം പാർട്ടി പരിപാടിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തതായി പരാതി. ഞായറാഴ്ച വെള്ളറക്കാട് നടന്ന CPM ജാഥയിൽ പങ്കെടുക്കാൻ പഞ്ചായത്ത് വാഹനത്തിൽ വന്നിറങ്ങിയ പ്രസിഡന്റ് മീന സാജൻ പാർട്ടി പ്രവർത്തകരെയും വാഹനത്തിൽ കൊണ്ടുവന്നിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദാണ് ദൃശ്യങ്ങൾ സഹിതം തദ്ദേശ വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയത്. അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന പ്രസിഡന്റ് മീന സാജൻ രാജിവെക്കണമെന്ന് MH നൌഷാദ് ആവശ്യപ്പെട്ടു. മാള, വെണ്ണൂർ, ആലത്തൂർ ദേവസ്വം ഭൂമി തർക്കം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് ആലത്തൂർ ദേവസ്വം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ദേവസ്വം പുറംവക, പണ്ടാരവക എന്നീ ഇനത്തിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കൾ അന്യാധീനപ്പെടുത്തുന്നതിനോ ക്രയവിക്രയം ചെയ്യുന്നതിനോ ദേവസ്വം ഭരിക്കുന്നവർക്ക് അവകാശമില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ദേവസ്വം പാലിക്കുകയാണെന്ന് ഭാരവാഹികളായ TN പ്രകാശൻ, ദീപു N മംഗലം എന്നിവർ അറിയിച്ചു. ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് തൃശൂർ ആത്രേയ ആശുപത്രി തൃശൂരിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ നിർവഹിച്ചു. തൃശൂർ വാക്കേഴ്സ് ക്ലബ്, വടക്കുന്നാഥ വാക്കേഴ്സ് ക്ലബ് എന്നിവരും വാക്കത്തോണിൽ പങ്കുചേർന്നു. ഡോണ്ട് മിസ് എ ബീറ്റ്, ഡോണ്ട് മിസ് ദി ഡേ എന്ന സന്ദേശമാണ് ഹൃദയദിനത്തിന്റെ സന്ദേശം. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ ആത്രേയ ആശുപത്രിയിൽ സമാപിച്ചു. സിനി ആർട്ടിസ്റ്റ് ലക്ഷ്മി മേനോൻ മുഖ്യാതിഥിയായിരുന്നു. ആത്രേയ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാംകുമാർ, ആത്രേയ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ബാബു ഉത്തമൻ, തുർദീപ് സാഗർ, VK പ്രമോദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വാക്കത്തോണിൽ പങ്കെടുത്ത ക്ലബ്ബുകളെ ചടങ്ങിൽ ആദരിച്ചു. Truly honored and I'm very happy to be here as a part of World Heart Day, and thank you so much to the hospital management and team for inviting me.
കൊടുങ്ങല്ലൂർ അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. പെരിഞ്ഞനം ആറാട്ടുകടവ് സ്വദേശി കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ 57 വയസ്സുള്ള അജയനാണ് മരിച്ചത്. വരാഹം എന്ന ഇൻബോർഡ് എഞ്ചിൻ വള്ളത്തിൽ മത്സ്യബന്ധനത്തിനായി വലയിറക്കുന്നതിനിടയിലായിരുന്നു സംഭവം. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അജയനെ മറ്റ് തൊഴിലാളികൾ ചേർന്ന് അഴീക്കോടുള്ള ക്ലിനിക്കിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് തൃശൂർ സെന്റ് ജോസഫ് CLP സ്കൂൾ മാരത്തോൺ സംഘടിപ്പിച്ചു. മിഷൻ കോട്ടേഴ്സ് പരിസരത്തുനിന്ന് ആരംഭിച്ച മാരത്തോൺ കോർപ്പറേഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള ഫ്ളാഗ് ഓഫ് ചെയ്തു. മാനേജർ സിസ്റ്റർ CS സൂര്യ, PTA വൈസ് പ്രസിഡന്റ് മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൈക്കാട് അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ഹൃദയദിനത്തിന്റെ ഭാഗമായി ചിരി വ്യായാമം സംഘടിപ്പിച്ചു. NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ജിതമോൾ P പുല്ലേലി അധ്യക്ഷത വഹിച്ചു. ചാമക്കാല സെന്റർ ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ഖുർആൻ ടാലന്റ് ഷോയ്ക്ക് ബുധനാഴ്ച തുടക്കമാകും. ഒക്ടോബർ 5 വരെ ആദ്യ മത്സരം ഓൺലൈനായി നടക്കും. രണ്ടാം ഘട്ട മത്സരം ഒക്ടോബർ 19-നും ഫൈനൽ മത്സരം നവംബർ 7-നുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലയിലെ 776 മദ്രസകളിൽ നിന്നുള്ള കുട്ടികളാണ് ആദ്യ മത്സരത്തിൽ പങ്കെടുക്കുക. ഇവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 50 കുട്ടികൾ ഫൈനലിൽ മത്സരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. സംഘാടകരായ സലീം പുറക്കുളം, KH സലീം, ശംസുദ്ദീൻ ചാമക്കാല, ആഫിഖ് അലി എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ പള്ളിനട റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി ഗ്രൗണ്ടിന് സമീപം നടന്ന ചടങ്ങിൽ ഡിവിഷൻ കൌൺസിലർ സനോജ് കാട്ടൂക്കാരൻ, ഫാദർ വർഗീസ് കുത്തൂർ, കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറിഷ് പെരിഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. അത് മന്ത്രിയാണ് സാധാരണ നടത്തിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അതിനുവേണ്ടി മീറ്റിംഗ് നടത്തുകയും അത് കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പെരുന്നാളിന് ഇടയിൽ പണി ആരംഭിച്ചാൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടില്ല. കാരണം 4 കൽവർട്ട് കൂടി ഇതിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കാനുണ്ട്. നമുക്കൊരു താൽക്കാലിക സംവിധാനം പോരാ. ഗുരുവായൂർ ഷിർദിസായി മന്ദിരത്തിൽ നടന്ന ധർമ്മചിന്താ സദസ്സ് ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ഡോക്ടർ കിരൺ ആനന്ദ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ വിഷയാവതരണം നടത്തി. യജ്ഞാചാര്യൻ വിജു ഗോപാലകൃഷ്ണൻ, മമ്മിയൂർ ദേവസ്വം മുൻ ചെയർമാൻ MK ദിവാകരൻ, പുഷ്പ പ്രസാദ് എന്നിവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കണ്ണോളിയാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥ ഡയറക്ടർ PK കൃഷ്ണൻ, വൈസ് ക്യാപ്റ്റൻ സാറാബി ഉമ്മർ എന്നിവർ സംസാരിച്ചു. സംഘടനയുടെ മണ്ഡലം പ്രസിഡന്റ് നിജ അജയകുമാർ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനത്തെ യൂത്ത് ലൈബ്രറിയുടെ വജ്ര ജൂബിലി ആഘോഷം വ്യാഴാഴ്ച നടക്കും. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. വായനശാല പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വരദ, സെക്രട്ടറി M ഹേമന്ത് കുമാർ, അരവിന്ദാക്ഷൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ഓഗസ്റ്റിൽ 75 സംവത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അന്ന് കുറച്ച് കാലാവസ്ഥാ പ്രശ്നങ്ങളും താന്യം പഞ്ചായത്ത് കേരളോത്സവത്തിൽ കിഴുപ്പിള്ളിക്കര നിസ് സാംസ്കാരിക വേദി ഓവറോൾ കിരീടം കരസ്ഥമാക്കി. പെരിങ്ങോട്ടുകര മലയാളം സാംസ്കാരിക വേദിക്കാണ് 2ാം സ്ഥാനം. സമാപന സമ്മേളനം അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ OS അഷ്റഫ്, സിജോ പുലിക്കോട്ടിൽ, ഷൈനി ബാലകൃഷ്ണൻ, ആൻഡോ തൊറയൻ, രഹന പ്രജു, സതി ജയചന്ദ്രൻ, വിഷ്ണു പ്രേമൻ എന്നിവർ സംസാരിച്ചു. യുവജന പങ്കാളിത്തം വേണ്ടത്ര
ലോക ഹൃദയദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര സഹൃദയ കോളേജിൽ ശില്പശാല സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാഹുൽ ബാലസുബ്രഹ്മണ്യൻ CPR നൽകുന്നതിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,715 രൂപ, പവന് 85,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂർ താമരയൂരിൽ 3 വീടുകളിലും ക്ഷേത്രത്തിലും മോഷണ ശ്രമം. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. പൂജവെപ്പിന് ക്ഷേത്രങ്ങളിൽ തിരക്ക്. അടച്ചുപൂജ ചൊവ്വാഴ്ച, വിദ്യാരംഭം വ്യാഴാഴ്ച. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ദേശീയപാത ചന്ദ്രാപിന്നിയിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞു. ഗുരുവായൂരിൽ തെങ്ങിന്റെ പട്ട വീണ് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. മലിനജലം ഇറിഗേഷൻ കനാലിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതി. ആളൂരിലെ കല്ലട ഹോളിഡേ ഇൻ എന്ന ഹോട്ടലിന് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി. മാള ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിക്കാൻ തീരുമാനം. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി 2 പേരെ ചുമതലപ്പെടുത്തി. മുനിയാട്ടുകുന്ന് ടൂറിസം പദ്ധതിക്കായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് 50 സെന്റ് ഭൂമി അനുവദിച്ചു. മുനിയാട്ടുകുന്നിൽ സ്ഥലം ലഭ്യമായതോടെ മേഖലയിൽ ടൂറിസം വികസനത്തിന് സാധ്യത തുറന്നതായി KK രാമചന്ദ്രൻ MLA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.